എന്താടി ഇരുന്ന് പെറുപിറുക്കുന്നേ? അയ്യോ ഒന്നുമില്ല സാറേ, ഞാൻ ഉറങ്ങാൻ പോവാ. ആണോ, എന്നാ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അൺറൊമാൻറ്റിക് മൂരാജി, അത് നിൻ്റെ അപ്പൂപ്പൻ. മോളെ മെഹറു, എൻ്റെ റൊമാൻറ്റിക് മൂഡ് പുറത്ത് വന്നാൽ മോള് താങ്ങില്ല. അതുകൊണ്ട് മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കടി. ഞാൻ നോക്കുമ്പോൾ അവൻ കണ്ണുകൾ അടച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പതിയെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു. എന്താ ഉദ്ദേശം? കണ്ണുകൾ തുറക്കാതെ തന്നെ അവൻ ചോദിച്ചു. ഒരു ഉദ്ദേശമില്ല, എനിക്ക് ഉറങ്ങണം, അത്ര തന്നെ. എന്നാ നിനക്ക് കൊള്ളാം. ഒരാവേശത്തിൻ്റെ പുറത്ത് തോളിലേക്ക് ചാഞ്ഞതാണ്. ഇപ്പം ഹൃദയത്തിനുള്ളിൽ ആരോ തെഫ് മുട്ടും പോലെ. എപ്പോഴോ നിദ്ര വന്നെന്നെ പുലുകി. അതിനനുസരിച്ച് ഞാൻ തോളിൽ നിന്നും അവൻ്റെ നെഞ്ചിലേക്ക് എത്തി. എപ്പോഴോ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ അവൻ്റെ നെഞ്ചിലാണ്. അവൻ ഒരു കൈ കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ പതിയെ എൻ്റെ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിൽ നുള്ളി നോക്കി. നോവുന്നുണ്ട്, അപ്പോൾ സ്വപ്നമല്ല. പടച്ചോനെ, നിനക്ക് സ്തുതി, ഈ അൺറൊമാൻറ്റിക് മൂരാജിയെ മെരുക്കി തന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു. അടയും കിടന്നുറങ്ങു പെണ്ണേ. ഓഹോ, അപ്പോൾ ഉറങ്ങിയില്ല? ഞാൻ പതിയെ അവനോട് ചോദിച്ചു. ചങ്ക് പറിച്ചു തരുന്നൊരു പെണ്ണ് കൂടെ ഉണ്ടായിട്ടും എന്താ വഴിയിലെത്താൻ നന്നാവാത്തെ? നന്നായിക്കോളാം, ഇനി നന്നായിക്കോളാന്നേ, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഐശോൻ്റെ കലവില സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. നോക്കുമ്പോൾ എൻ്റെ അടുത്ത് അവളാണ് ഇരിക്കുന്നത്. ഞാൻ റിച്ചുവിൻ്റെ സീറ്റിലേക്ക് നോക്കി. അവനവിടെ ഇല്ലായിരുന്നു. പടച്ചോനെ, ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടതാണോ എല്ലാം? അതല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും എന്തോ സംശയം ബാക്കി നിൽക്കും പോലെ. സത്യം അറിയാൻ വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു. ഡി ഐശു, നീ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് 10-17 കൊല്ലമായി. രാവിലെ പല്ല് തേക്കാതെ മോള് വളിച്ച കോമഡി അടിക്കുവാണോ? റിച്ചോട് പെണ്ണേ. ഓഹോ, ഇപ്പം നമ്മളെ വേണ്ടല്ലേ? അല്ലെങ്കിലും എനിക്കിത് തന്നെ വേണം. ഇന്നലെ നീ പോത്ത് പോലെ കിടന്നുറങ്ങിയപ്പോൾ സീറ്റിനടിയിലേക്ക് എങ്ങാനും വീണു പോയാലോ എന്ന് കരുതി ഞാൻ ഉറങ്ങാതെയാണ് നിനക്ക് കാവലിരുന്നത്. ഞാനൊന്നും മനസ്സിലാവാതെ അവൾ നോക്കി. അപ്പം നീ ഇന്നലെ ഇവിടെയാണോ ഇരുന്നേ? പിന്നെ ഇവിടെ അല്ലാതെ ഞാൻ എവിടെ ഇരിക്കാൻ? നിനക്കെന്താ മെഹറു, വട്ടായോ? പടച്ചോനെ, നീ എന്നെ വെറുതെ പരീക്ഷിക്കുകയാണോ? ഇന്നലെ നടന്നത് മുഴുവൻ സ്വപ്നമായിരുന്നു. ഓർക്കും തോറും തലവേദന കൂടും പോലെ. ഞാൻ പതിയെ ഒന്ന് എല്ലാവരെയും നോക്കി. എല്ലാവരും പഴയ പോലെ തന്നെ. ഞാൻ മാത്രം വെറുതെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അപ്പോഴാണ് ഫ്രണ്ടിൽ നിന്നും പ്രിയാമിസ് വിളിച്ചത്. നമ്മൾ ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഹോട്ടലിലെത്തും. 2 മണിക്കൂർ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായി കൃത്യം 7:45 പുറത്ത് വരണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 8:15 തന്നെ നമുക്ക് പുറത്തേക്കും പോകണം. എല്ലാവരും ഓക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് റിച്ച് വന്നു. ഞാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. ഹോട്ടലിലെത്തിയതും ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് റൂമിലേക്ക് പോയി. സാമാന്യം വലുപ്പമുള്ള റൂമായിരുന്നു. ഒരു റൂമിൽ മൊത്തം 6 പേർ. ഞങ്ങൾ റൂമിലെത്തി ഓരോരുത്തരായി കയറി ഫ്രഷായി. വല്ലാത്ത തലവേദന തോന്നിയതുകൊണ്ട് ഞാൻ പോയി നന്നായി ഒന്ന് കുളിച്ചു. തണുത്ത വെള്ളം തലയിൽ വീണപ്പം തലയ്ക്കും മനസ്സിനും കുറച്ച് ആശ്വാസം കിട്ടിയ പോലെ. ഞാൻ കുളി കഴിഞ്ഞ് വന്നതും എല്ലാ എണ്ണവും കട്ടിലിൽ തലങ്ങും വിലങ്ങുമായി കിടന്നുറങ്ങുന്നു. എനിക്കെന്തോ ഉറക്കം വന്നില്ല. റൂമിലിരുന്നപ്പോൾ ആകെ ബോറടിക്കും പോലെ തോന്നി. ഞാൻ ഫോണും എടുത്ത് പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. കോറിഡോറിൽ ആരും ഉണ്ടായിരുന്നില്ല. ആകെ നിശബ്ദമായി കിടക്കുന്നു. ഞങ്ങളുടെ റൂമെല്ലാം 4th ഫ്ലോറിലായിരുന്നു. അവിടെ റൂംസ് അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. ഞാൻ ആ ബാൽക്കണിയിൽ പോയി നിന്ന് പുറത്തേക്ക് നോക്കി. മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് കാഴ്ചകളെല്ലാം അവ്യക്തമായിരുന്നു. സമയം 5:30 ആകുന്നേ ഉള്ളൂ. അവിടെ നിന്നും പുറം കാഴ്ചകൾ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്കാണ് അടുത്ത ആരോ വന്ന് നിൽക്കും പോലെ തോന്നിയത്. ബ്ലൂ ഫോർമൻ പെർഫ്യൂമിൻ്റെ മണം വന്ന് നിറഞ്ഞതും തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്ക് ആളിനെ മനസ്സിലായി. നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ പതിയെ തിരിഞ്ഞു. നാരിൽ കയ്യും കെട്ടി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു റിച്ചു. വെറുതെ കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതാ ഇവിടെ വന്ന് നിന്നേ. റിച്ചുക്ക് എന്താ ഉറങ്ങാതെ കടങ്ങി നടക്കുന്നേ? ഞാൻ ഉറങ്ങാൻ കിടന്നതാ. അപ്പോൾ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, ഒരു കുരുത്തം കെട്ട പെണ്ണ് ഉറങ്ങാതെ ബാൽക്കണിയിൽ മഞ്ഞും കൊണ്ട് നിൽപ്പുണ്ടെന്ന്. അതാ ഇങ്ങോട്ട് വന്നേ. ഓഹോ, ഞാൻ വന്നിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. അതിനു മുന്നേ ആരാണ് വിവരം കൈമാറിയത്? ആ ഉള്ളിലിരുന്ന് വിളിച്ചു പറഞ്ഞ ആളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്താടി, നീ രാവിലെ തന്നെ എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? അയ്യോ അല്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. റിച്ചുക്ക് എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതിരുന്നേ? ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സാണല്ലോ, കുളിച്ച് മാറ്റിക്കൂടായിരുന്നോ? എന്തോ എനിക്ക് ഷർട്ട് മാറ്റാൻ തോന്നുന്നില്ല. അതെന്താ, തണുപ്പായതുകൊണ്ടാണോ? കുളിക്കാൻ മടി? അതൊന്നും അല്ലടി പെണ്ണെ. ഈ ഷർട്ട് മുഴുവൻ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മണമാണ്. അതുകൊണ്ട് ഊരി മാറ്റാൻ തോന്നുന്നില്ല. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു എനിക്ക് ഇന്നലത്തെ സംഭവം ഒരു സ്വപ്നമല്ലെന്ന് മനസ്സിലാക്കാൻ. എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാവും
എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ നെഞ്ചിൽ ചേർന്ന് ഉറങ്ങിയതെല്ലാം സ്വപ്നമാണെന്ന് വിചാരിച്ചോ മെഹറൂസെ നീ? എൻ്റെ മനസ്സ് വായിച്ച പോലെ ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് തിരിച്ചു പറയണമെന്നറിയില്ലായിരുന്നു. എൻ്റെ അന്തം വിട്ടുള്ള നിൽപ്പ് കണ്ടിട്ടാവണം അവൻ എന്നോട് പറഞ്ഞത്. എനിക്കെങ്ങനെ മനസ്സിലായി എന്ന് ആലോചിച്ചാണോ തലപുണ്ണാക്കുന്നത്? എന്നാലേ എൻ്റെ മോൾ കൂടുതൽ ആലോചിച്ച് കുഞ്ഞു തല ചൂടാക്കണ്ട. നീ ഒരു സ്വപ്നജീവിയാണ് എന്നതിൻ്റെ തെളിവ് എൻ്റെ നെഞ്ചിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. അവൻ്റെ സംസാരം കേൾക്കും തോറും എനിക്ക് അതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് പുതിയതായി വന്ന പോലെ. അതിന് പൊതുവെ നാണമെന്നോ മറ്റോ ആണ് പറയാറ്. എന്തായാലും ആ സംഭവം വന്നതിൻ്റെ ഭാഗ്യമായി എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഭാവമാറ്റം കണ്ടിട്ടാവണം അവൻ എന്നോട് ചോദിച്ചു. ഹലോ, എന്ത് പറ്റി എൻ്റെ പുലിക്കുട്ടിക്ക്? നാണം വരുന്നുണ്ടാ? എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പബ്ലിക്കായി സൈറ്റ് അടിച്ചും ഫ്ലൈയിങ് കേസും തന്ന് നടന്ന എൻ്റെ പെണ്ണിന് നാണം പോലും. ഞാൻ കരുതിയത് നിനക്ക് നാണം എന്ന വാക്കിൻ്റെ സ്പെല്ലിങ് പോലും അറിയില്ലെന്നാ. ഞാൻ പോകുന്നു റിച്ചക്ക. നെഞ്ചിനുള്ളിൽ ആരോ വീണ്ടും ഇരുന്ന് ദഫ് മുട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ കുറച്ചു നേരം കൂടി നിൽക്കാം. ഞാൻ അവിടെ നിന്നു. പക്ഷെ ഒരു വാക്ക് പോലും അവനോട് മിണ്ടാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ മൗനം നിറഞ്ഞു നിന്നു. കുറേ നേരം അടുത്തു നിന്നതിന് ശേഷം അവൻ പറഞ്ഞു, ഇനി പൊയ്ക്കോ, പിന്നെ കാണാം. ഞാൻ പതിയെ റൂമിലേക്ക് നടന്നു. എൻ്റെ പിറകെ അവനും. ഞാൻ ഡോറിനടുത്ത് എത്തിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ എന്നെ തന്നെ നോക്കി എൻ്റെ ജീവൻ്റെ പാതി നിൽപ്പുണ്ട്. റൂമിലെത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം പോലും എണീറ്റിട്ടില്ല. ഞാൻ പോയി എല്ലാത്തിനെയും വിളിച്ചുണർത്താൻ തുടങ്ങി. അത്രയും നേരം നിശബ്ദമായിരുന്ന റൂം അല്പനേരം കൊണ്ട് ബഹളം കൊണ്ട് നിറഞ്ഞു. കുളിക്കാനും മറ്റുമായി എല്ലാ എണ്ണവും കൂടി അങ്ങോട്ടോ ഓട്ടോ ഇങ്ങോട്ടോട്ടോ ആയി. ഞാൻ വെറുതെ ഫോണ് തോണ്ടിക്കൊണ്ടിരുന്നു. കുളിച്ചു കഴിഞ്ഞ് ഐശു വന്നെൻ്റെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, നീ എന്താടി മെഹറു എന്നെ കൂടി വിളിക്കാതിരുന്നത്? ഇന്നലെ നീ ഉറങ്ങാതെ എനിക്ക് കാവലിരുന്നതല്ലേ, അതുകൊണ്ട് നീ ഉറങ്ങിക്കോട്ടേ എന്ന് ഞാൻ വിചാരിച്ചു. നീ എന്നെ കളിയാക്കിയതാണോ മെഹറു? ഞാൻ നിന്നെ വെറുതെ ഒന്ന് പറ്റിച്ചതല്ലേ? ഞാൻ വരുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. കണ്ണു തുറന്ന് നീ എന്നെ അന്തം വിട്ട് നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തോ ആശയക്കുഴപ്പത്തിലാണെന്ന്. അതാ ഒന്ന് പറ്റിച്ചത്. പോടി പുല്ലേ, കുറച്ച് മണിക്കൂർ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ പോട്ടെ, ഇന്നലെ റോഹുവിൻ്റെ അടുത്തായിരുന്നല്ലോ. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ ഐശു നിങ്ങളുടെ കാര്യത്തിൽ? എന്ത് പ്രോഗ്രസ്? അത് റിച്ചുവിൻ്റെ അനിയനല്ലേ, ഉടനെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അവൻ്റെ പുറകെ നടന്ന് എൻ്റെ ചെരുപ്പ് തേയുന്നത് തന്നെ മിച്ചം. അതിന് നീ അവനോട് ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. പിന്നെ അവൻ എങ്ങനെ അറിയാനാ? നീ അവനോട് കാര്യം പറ യേശു. ഇപ്പം അവന് ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഈ ഫ്രണ്ട്ഷിപ്പ് കൂടി കട്ട് ചെയ്താലോ മെഹർ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, എൻ്റെ സ്നേഹം സത്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രണയം അവന് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം ഒരവസരം തരും. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. എന്താണ് അവിടെ രണ്ടും കൂടി ഒരു സ്വകാര്യം പറച്ചിൽ? ഞങ്ങളെ കൂടി കൂട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് സുഹാനയും അഭിരാമിയും വന്നു. പിന്നെ അവളുമാരുടെ ചളിവറച്ചിൽ കേട്ട് ചിരിച്ചു ചത്തു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ബസ്സിൽ കയറി. നോക്കുമ്പോൾ ഞങ്ങളുടെ സീറ്റിൽ പൊട്ടിപ്പോതിരിക്കുന്നു. ഞങ്ങളെ നോക്കി പുച്ഛിച്ചൊരു. ഞാനും ഐശുവും നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം അടക്കി ഫ്രണ്ടിൽ സീറ്റിലിരുന്നു. കുട്ടികളെല്ലാം വന്ന് ബസ്സിൽ കയറി തുടങ്ങി. സീനിയേഴ്സ് ചേട്ടന്മാരിരുന്ന സീറ്റിലാണ് ഞങ്ങളിരുന്നത്. അവർ വന്നത് ഞങ്ങളോട് പോയി മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും റിച്ചുവും മേഫി എത്തി. ഞങ്ങളെ ഫ്രണ്ടിൽ കണ്ടത് മേഫി ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ സീറ്റ് പുറകിലല്ലേ? ഞങ്ങളുടെ സീറ്റിൽ ഷാഹിനെയും വേറൊരു കുട്ടി ഇരിക്കുന്ന കണ്ട് റിച്ചു ഞങ്ങളെ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് അവൻ ഞങ്ങളോട് ചൂടാവാൻ തുടങ്ങി. അതെ, നിങ്ങളെന്തെങ്ങനെ സീറ്റ് മാറി കളിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നിടത്ത് കയറി ഇരിക്കാൻ പറ്റില്ല. കോളേജിൽ നിന്നും എങ്ങനെ കയറിയോ തിരിച്ച് കോളേജിൽ ചെല്ലുന്നവരെ അതാണ് നിങ്ങളുടെ സീറ്റ്. മനസ്സിലായോ? ഞങ്ങൾ മനസ്സിലായി എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ വേഗം പോയി അവരവരുടെ സ്ഥലത്തിരിക്കേ. അത് ഞങ്ങളുടെ സീറ്റിൽ വേറെ കുട്ടികളിരിക്കുന്നു. എങ്ങനെ ഇരിക്കാതിരിക്കും? നിങ്ങൾ വേറെ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെവിടെ പോയിരിക്കും? അങ്ങനെയല്ല, അവരാണ് ഫസ്റ്റ് അവിടെ ഇരുന്നത് എന്ന് ഐശു പറഞ്ഞു. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ എനിക്കറിയാം, അവരങ്ങനെയൊന്നും ചെയ്യില്ല. അവർ നിങ്ങളെപ്പോലെ കോളേജ് ടൂർ ഫസ്റ്റ് ടൈം അല്ല. അതുകൊണ്ട് ടൂറിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും അവരെ പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കുറ്റം അവരുടെ തലയിൽ കെട്ടിവെക്കണ്ട. പോയി നിങ്ങളുടെ സീറ്റിലിരിക്കേ. റിച്ചു ദേഷ്യത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്ന കേട്ടപ്പോൾ പുട്ടിപൂതം പതിയെ ഫ്രണ്ടിൽ വന്നിരുന്നു. ഞങ്ങൾ പഴയ സ്ഥലത്തും. റിച്ചു പതിയെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സത്യം പറയാലോ, 5 പൈസയ്ക്ക് കൊള്ളിലായിരുന്നു. ആ പൊട്ടി ഷായനായതുകൊണ്ട് വിശ്വസിച്ചു. ആണോ? എന്നാൽ എൻ്റെ മോളും പോയി ഫ്രണ്ടിലിരുന്നു. ഞാൻ അവളുമായി ഇവിടെ ഇരുന്നോളാം. കൊല്ലും ഞാൻ പുല്ല് തന്നെ. എൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെയും കൂടെ പോയിരുന്ന അന്നറിയാം ഞാൻ ആരാന്ന്. കേട്ടോ മോനെ റോഷ? രണ്ടും കൂടി കിന്നാരം പറഞ്ഞാൽ മതി. ദിവ്യപ്രേമം എപ്പോഴും എല്ലാവരെയും അറിയിക്കാനാണോ പ്ലാൻ എന്ന് ഐശു ചോദിച്ചതും റിച്ചു പോയി സീറ്റിലിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ഊട്ടിയിലെ പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നിറയെ കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞ പുൽമേടുകൾ,
കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും എല്ലാം നയന മനോഹരമായ കാഴ്ചകളായിരുന്നു. സെൽഫി എടുക്കലും ഹോഴ്സ് റൈഡിങ്ങും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റോസ് ഗാർഡനിലെത്തിയത്. മലകയറ്റം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. റോസ് ഗാർഡൻ വല്ലാത്തൊരു വിസ്മയം തന്നെയായിരുന്നു. സുന്ദരമായ റോസാപ്പൂക്കൾക്കിടയിൽ നിൽക്കുന്ന റിച്ചുവിൻ്റെ കുറേ ഫോട്ടോകൾ അവൻ അറിയാതെ ഞാൻ എൻ്റെ ഫോണിൽ പകർത്തി. എൻ്റെ ആ പ്രവൃത്തി ഞാൻ അറിയാതെ 2 കണ്ണുകൾ പകർത്തുന്നുണ്ടായിരുന്നു. പൈൻ മരങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരുവിൽ കൂടി നടക്കുമ്പോൾ കുറേ കുട്ടികൾ ഊട്ടിയിൽ മാത്രം കാണുന്ന മഞ്ഞപ്പൂക്കളുമായി വിൽപ്പനയ്ക്കെത്തി. ഞാനും ഐശുവും കൂടി സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് അജുവും റോഹുവും കൂടെ ക്യാരറ്റ് കൊണ്ടുവന്നു. ഊട്ടിപ്പട്ടണം മൊത്തം കറങ്ങി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ രാത്രിയായി. വല്ലാത്ത തണുപ്പായിരുന്നു. രാത്രി ഫുഡ് കഴിക്കാൻ ഹോട്ടലിലെത്തിയപ്പോഴേക്കും ഞാൻ തണുത്ത് വിറച്ചിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. എനിക്കെൻ്റെ പല്ലുകൾ പോലും കൂട്ടിമുട്ടും പോലെ തോന്നി. എൻ്റെ അവസ്ഥ കണ്ട റിച്ചു അടുത്തേക്ക് വന്നു. ഡീ, നിനക്ക് ജാക്കർ വേണോ? നന്നായി തണുക്കുന്നുണ്ടല്ലോ. വേണ്ട റിച്ചുക്ക, കുഴപ്പമില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. രാത്രി ഞങ്ങൾ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് കിടക്കാൻ പോയപ്പോഴാണ് ഡോറിന് ആരോ മുട്ടിയത്. അഭിയാണ് പോയി വാതിൽ തുറന്നത്. പുറത്ത് പൊട്ടിഭൂതവും ഫ്രണ്ട്സും ആയിരുന്നു. ഡോറ് തുറന്ന് അഭിയോട് എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ കണ്ടതും ഫോൺ എടുത്ത് പുറത്ത് വരാൻ അവളുമാർ പറഞ്ഞു. ഞാൻ ഫോണും എടുത്ത് പുറത്തേക്ക് ചെന്നു. കൂടെ ഐശു ഉണ്ടായിരുന്നു. ഡേ, നിൻ്റെ ഫോണൊന്ന് അൺലോക്ക് ആക്കി എൻ്റെ കയ്യിൽ തന്നെ. എന്തിന്? എൻ്റെ ഫോൺ തരാൻ പറ്റില്ല. അല്ലെങ്കിലും ചേച്ചിക്ക് എന്തിനാ എൻ്റെ ഫോൺ? അവളും അവളുടെ ഫ്രണ്ട്സും കലിപ്പിലാണ്. ഡേ, നീ എന്തിനാ ഇന്ന് നിൻ്റെ ഫോണിൽ എൻ്റെ ചെക്കൻ്റെ ഫോട്ടോ എടുത്തത്? അവളുടെ ചെക്കൻ പോലും കേട്ടപ്പോഴേ പെരുവിരൽ മുതൽ വറക്കാൻ തുടങ്ങി. എന്നാൽ ഉള്ളിലുള്ള അംശം പ്രകടിപ്പിക്കാതെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ആരുടെ ഫോട്ടോ എടുത്തെന്നാണ് പറയുന്നത്?